പ്രസവം കഴിഞ്ഞിട്ട് ആഹ്ലാദിക്കുന്ന അമ്മമാർക്ക് കുട്ടിയുമായിട്ട് അടുപ്പം ഏറ്റവും അധികം കിട്ടാനുള്ളൊരു മാർഗമാണ് കറക്റ്റായിട്ടുള്ള മുലയൂട്ടൽ. മുലയൂട്ടൽ നന്നായിട്ട് വന്നു കഴിഞ്ഞാൽ സന്തോഷം ഇരട്ടിക്കും. ഇതിനെക്കുറിച്ചുള്ള ആശങ്കകൾ പക്ഷേ വളരെ സുലഭമാണ്. ഇതിന് കാരണം മുലയൂട്ടലിനെ പറ്റിയുള്ള ചില മാറിപ്പിടിച്ചിട്ടുള്ള ധാരണകളാണ് കാരണം. പോകുന്നത് ഞാൻ ഡോക്ടർ ശോഭന മോഹൻദാസ്, സൺ മെഡിക്കൽ സെൻറ്റർ തൃശ്ശൂരിൽ ഗൈനക്കോളജിസ്റ്റ് ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജനായിട്ട് വർക്ക് ചെയ്യുന്നു. പ്രസവം കഴിഞ്ഞ് നമ്മൾ ആദ്യത്തെ ദിവസം തന്നെ രോഗിയെ കാണാൻ ചെല്ലുമ്പോൾ പലപ്പോഴും ഡോക്ടറെ വേറെ കുഴപ്പമൊന്നുമില്ല, കുട്ടിക്ക് പാലില്ല കേട്ടോ എന്നുള്ള ഒരു സ്നേഹപൂർവമായിട്ടും ഒരു സങ്കടകരമായിട്ടും ഉള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് മിക്കവാറും എല്ലാ ഗൈനക്കോളജിസ്റ്റും 90% പേഷ്യൻസിൽ നിന്നും കേൾക്കാറുണ്ട്. എന്തുകൊണ്ടാണ് പാലില്ല എന്ന് പറയുന്നത്? പാല് എത്ര കണ്ട് ആദ്യത്തെ ദിവസം വേണമെന്നും രണ്ടാമത്തെ ദിവസം വേണമെന്നും പ്രോബബ്ലി അവർക്ക് അറിയില്ല. ആദ്യത്തെ ദിവസം എന്താണെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഏകദേശം ഒരു ടീസ്പൂൺ പാല്, 7 ml പാല് ഏറ്റവും കുറഞ്ഞ നിലയ്ക്ക് ഉണ്ടാവുള്ളൂ. ദാറ്റ് മീൻസ് ഏറ്റവും കുറഞ്ഞ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്ത്രീ ആകെ ഒരു സ്പൂൺ പാല് 24 മണിക്കൂറിൽ ഉണ്ടാക്കുള്ളൂ. മാക്സിമം ഉണ്ടാക്കുന്ന ആൾക്കാരോ ഒരു അരക്കപ്പ്, അതായത് 220 ml ആണ് മാക്സിമം ഉണ്ടാക്കുന്നത്. അപ്പോൾ അരക്കപ്പ് ഒരു സ്പൂണൊക്കെ പാലുണ്ടായില്ല എന്ന് നമ്മൾ പറയുന്നത് അതിശയോക്തിയായിരിക്കാം. ഈ അരക്കപ്പ് പാലോ അല്ലെങ്കിൽ ഒരു സ്പൂൺ പാലോ മതി കുട്ടിക്ക്. കുട്ടിയുടെ ഊർജം അതിന് പാകമാണ്. അപ്പോൾ അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ ദിവസം ആശങ്കപ്പെടേണ്ടതേ ഇല്ല. ഇനി രണ്ടാമത്തെ ദിവസമാണെങ്കിൽ പ്രാക്ടിക്കലി ഒരു 40 ml, അത് ഒരു ഔൺസ് പാലിനേക്കാളും കുറച്ച് അധികം, ഏറ്റവും അധികം 330, അതായത് ഒരു വലിയ ഗ്ലാസ്സിൻ്റെ അത്രയ്ക്ക്. അപ്പോൾ ഇത്രയ്ക്ക് പാല് രണ്ടാമത്തെ ദിവസം 24 മണിക്കൂറിൽ വേണ്ടു. പക്ഷെ നമ്മളുടെ മനസ്സിൽ നമ്മൾ 30 ml പെർ ഫീഡ് ഒക്കെയാണ് നമ്മൾ വായിച്ച് കേൾക്കുക. പക്ഷേ ഈ ഫസ്റ്റ് 2 days അത് പ്രായോഗികമല്ല. അപ്പോൾ ഈ പാലില്ല എന്നുള്ള തോന്നൽ എത്ര പ്രശ്നം ഉണ്ടാക്കുന്നുള്ളത് നമ്മൾ ആലോചിക്കണം. പാലില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കുട്ടിയെ സക്ക് ചെയ്യിപ്പിക്കുന്നതിന് വരെ നമ്മൾ പുറത്തുനിന്നുള്ള ഫീഡ്സ് കൊടുത്തു കഴിഞ്ഞാൽ ആ സക്കിങ് റിഫ്ലെക്സ് ഇല്ലാതാവും. പാലുണ്ടാവാനുള്ള ഒരേ ഒരു ഉത്തേജനം സക്കിങ് റിഫ്ലെക്സ് ആണ്. ബ്രസ്റ്റ് മിൽക്ക് സക്ക് ചെയ്താൽ ബ്രെയിനിലേക്ക് സിഗ്നൽ കിട്ടും. ആ സിഗ്നലാണ് നമുക്ക് പാലുണ്ടാവാൻ ഊർജ്ജം പകരുന്നത്. അപ്പോൾ സക്കിങ് ഇല്ലാതായി കഴിഞ്ഞാൽ പാലില്ലാതാവും. അപ്പോൾ ഈ തെറ്റിദ്ധാരണ മാറ്റിയേ പറ്റൂ. നമുക്ക് നല്ലൊരു ലാക്ടേഷൻ, നല്ലൊരു ഫീഡിങ് മദർ ആവണമെന്നുണ്ടെങ്കിൽ പാലില്ല എന്നുള്ള ഒരു കാര്യം നമ്മൾ ആലോചിച്ചിട്ടെടുക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ പാലില്ലെങ്കിൽ അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുക? ഒന്നിലോ കുട്ടി ആക്റ്റീവ് ആവില്ല, കുട്ടിക്ക് മര്യാദയ്ക്ക് ഉറങ്ങാൻ പറ്റില്ല, കുട്ടി ശരിക്കും പറഞ്ഞാൽ ഒരു 5-6 തവണ മൂത്രമൊഴിക്കേണ്ടതാണ്, അതുണ്ടാവാറില്ല. പിന്നെ 3-4 തവണ മലം പോകേണ്ടതാണ്. ഇതൊക്കെ പക്ഷെ ആദ്യത്തെ ദിവസം അത്രയ്ക്ക് ബാധകമല്ല. പിൽക്കാലത്തേക്കാണ് ഇതൊക്കെ നമുക്ക് ബാധകം. പക്ഷെ ആക്റ്റീവ് അല്ലാത്ത കുട്ടിയാണ്, സ്കിൻ ചുക്കി ചുളിയാണ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രമേ നമുക്ക് പാലില്ല എന്ന് പറയാൻ പറ്റുള്ളൂ. മിക്ക ആൾക്കാരും എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ പാല് കുടിക്കുന്നതിൻ്റെ ഇടയിൽ ബ്രസ്റ്റ് ഒന്ന് പീച്ചി നോക്കിയിട്ട് അതിൽ നിന്ന് 2 തുള്ളി വരുന്നില്ല എന്ന് പറയും. പക്ഷെ അതല്ല പാലിൻ്റെ അളവിനെ കണ്ടുപിടിക്കാനുള്ളൊരു മാനദണ്ഡം. അപ്പോൾ അത് വലിച്ച് വേണം പാല് വരാൻ. അത് വിചാരിച്ചിട്ട് എല്ലാവർക്കും പാലുണ്ടാവും എന്നല്ല ഞാൻ പറയണത്. പക്ഷേ ഈ ചില കാര്യങ്ങൾ നമ്മൾ മാറ്റിപ്പിടിക്കേണ്ടി വരും. പിന്നെ ഇല്ല എന്ന് തോന്നുകയാണെങ്കിൽ യെസ്, ഡോക്ടേഴ്സുണ്ട്, ഗൈനക്കോളജിസ്റ്റും പീഡിയാട്രീഷ്യനും ഒക്കെ വരുന്നുണ്ട്. അവർക്കത് നോക്കിയാൽ കണ്ടാൽ അറിയാൻ പറ്റും ഈ കുട്ടിക്ക് ചില റിഫ്ലെക്സുകളൊക്കെ ഉണ്ട്. അതും വെച്ചിട്ട് കുട്ടി ആക്റ്റീവ് ആണോ അല്ലോ എന്നൊക്കെ കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങളുണ്ട്. ഇനി പാലുണ്ടാവാനുള്ള സൂത്രപ്പണികൾ എന്തൊക്കെയാണ്? നമ്പർ 1, നേരത്തെ ഫീഡിങ് തുടങ്ങുക. മിക്കവാറും പ്രസവം കഴിഞ്ഞാൽ ഈവൻ സ്റ്റിച്ച് ഇടുന്നതിന് മുമ്പ് ഞാൻ പേഷ്യൻസിനോട് കമത്തി കിടത്തി കുട്ടികൾക്ക് പാൽ കൊടുക്കാൻ പറയും. അത്രയും വേഗം കൊടുക്കും. ദാറ്റ് മീൻസ് 1 മണിക്കൂറിനുള്ളിൽ പാൽ കൊടുത്ത് തുടങ്ങണം. സിസേറിയൻ ആണെങ്കിൽ 3 മണിക്കൂറിനുള്ളിലെങ്കിലും പാൽ കൊടുത്ത് തുടങ്ങണം. കുട്ടികളെ 2-3 മണിക്കൂർ കൂടുമ്പോൾ വലിപ്പിച്ചുകൊണ്ടിരിക്കണം. അത് എത്ര നമുക്ക് രാത്രി ആണെങ്കിലും വേണ്ടില്ല, നമ്മളത് വലിപ്പിച്ചുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാലേ പാല് വന്നുകൊണ്ടേയിരിക്കുള്ളൂ. ധാരാളം വെള്ളം, പാനീയങ്ങൾ കുടിക്കണം. 3 ലിറ്റർ പാനീയങ്ങൾ കുടിക്കണം. എന്നുവെച്ചാൽ പാല് മിക്കതും വെള്ളം തന്നെയല്ലേ, അപ്പോൾ അത്രയും വെള്ളം കുടിക്കണം. പാലിൽ പോഷകം കൂടാനായിട്ട് പ്രോട്ടീനുള്ള കാര്യങ്ങളും കഴിക്കണം. അപ്പോൾ ഇതെല്ലാം കൂടിക്കഴിഞ്ഞാൽ നല്ല പാലും നിറച്ച് പ്രോട്ടീനുള്ള പാലും ഉണ്ടാവും.
ഫീഡ് ചെയ്യുന്ന പൊസിഷൻ നമ്മൾ കംഫർട്ടബിൾ ആയിട്ടുള്ള ഏത് പൊസിഷനിൽ ഫീഡ് ചെയ്യാം. പിന്നെ ആ ടെക്നിക്ക് ഉണ്ട്, അതിനൊരു സാൻഡ്വിച്ച് ടെക്നിക്ക് എന്ന് പറയും. അതിൽ ബ്രസ്റ്റിൻ്റെ ടിഷ്യൂവിൻ്റെ നിപ്പിളിൻ്റെ 4 പുറം ഏരിയോലയുടെ 4 പുറം ഇങ്ങനെ കൈ വെച്ചിട്ട് ഈ ഏരിയോല മുഴുവൻ വായിലേക്ക് കയറ്റി വെച്ച് കൊടുത്താൽ അപ്പം അതുമ്പിൽ കടിച്ചിട്ട് ബേബി സക്ക് ചെയ്യും. നമ്മൾ വെറുതെ വെച്ച് കൊടുത്ത് ബേബീനെ കണ്ടുപിടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. ചെറുതായിട്ട് കവളുമ്പിലൊന്ന് തലോടി കൊടുത്താലും നല്ലതാണ്. അതിന് റൂട്ടിംഗ് റിഫ്ലെക്സ് വരും. കുറച്ച് ക്ഷമ വേണം. നമ്മളെന്താ വെച്ചാൽ കുട്ടികൾ ചിലപ്പോൾ സക്ക് ചെയ്ത് കുറച്ച് കഴിഞ്ഞാൽ മിണ്ടാതിരിക്കും. അപ്പോഴേക്കും പിന്നെയും ഇങ്ങനെ റൂട്ടിംഗ് റിഫ്ലെക്സ് പാടില്ല. അവർക്ക് വയ്യാതെയാകും, അവർ ഉറങ്ങും, അവർ ആദ്യമായിട്ട് ചെയ്യുന്നൊരു കാര്യമല്ലേ. അപ്പോൾ കുറച്ച് പതുക്കെ ചെയ്യുന്ന കുട്ടികൾക്ക് നമ്മൾ കുറച്ചുകൂടി സമയം എടുത്തിട്ട് അവരുടെ കൂടെ ഇരുന്ന് 15 മിനിറ്റ് 20 മിനിറ്റ് ഒക്കെ ഇരുന്നിട്ട് വേണ്ടി വരും ചിലപ്പോൾ ഈ സക്ലിംഗ് റിഫ്ലെക്സ് റെഡിയായി വരാനായിട്ട്. പറ്റുന്നില്ലെങ്കിൽ സിസ്റ്റർമാരെ വിളിക്കണം. ചെറിയ നിപ്പിളാണെങ്കിൽ ചിലപ്പോൾ നിപ്പിൾ ഷീൽഡിൻ്റെ യൂസ് വേണ്ടി വന്നേക്കാം. മിക്കവാറും ഈ നല്ലോണം അകത്തേക്ക് കയറ്റി വെച്ച് കഴിഞ്ഞാൽ ഈ ചെറിയ നിപ്പിളുള്ള ആൾക്കാർക്കും സുഖമായിട്ട് ഫീഡ് ചെയ്യാൻ പറ്റാറുണ്ട്. പിന്നെ വേറൊരു കാര്യമുള്ളത്, ചില പേഷ്യൻസ് പറയും, ഡോക്ടർ ഏത് നേരവും വലിച്ചുകൊണ്ടിരിക്കുക, കുട്ടി അത് വിടണേയില്ല, പാലില്ലാഞ്ഞിട്ടായിരിക്കണം എന്ന് പറയും. ഇത് ശരിക്കും പറഞ്ഞാൽ വലിച്ചു കഴിഞ്ഞാൽ പാല് കൂടുതൽ വരിക ചെയ്യുക. ഏത് നേരവും വലിക്കുന്നുണ്ടെങ്കിൽ അതിന് ക്ലസ്റ്റർ ഫീഡിങ് എന്നുള്ളൊരു വാക്കും കൂടിയുണ്ട്. അതായത് കുട്ടിക്ക് വല്ലാതെ വലിപ്പം വയ്ക്കുന്നതിൻ്റെ ഒരു ലക്ഷണമാണത്. അപ്പോൾ അത് മിക്കവാറും ഈ ക്ലസ്റ്റർ ഫീഡിങ് ഉള്ള കുട്ടികളെ രാത്രിയൊക്കെയാണ് ഇങ്ങനെ വലിച്ചുകൊണ്ടേയിരിക്കുക, ഉറങ്ങാനേ പറ്റില്ല. ഇത് കണ്ട് നമ്മൾ പേടിക്കേണ്ട. ഇത് കുറച്ച് ദിവസത്തേക്കേ ഉണ്ടാവുള്ളൂ. വലിച്ച് വരുമ്പോൾ ബ്രെയിനിൽ നിന്ന് ഇമ്പൾസസ് വന്നു കഴിഞ്ഞാൽ പാലിൻ്റെ ഉൽപ്പന്നം കൂടി വരും. അപ്പോൾ പിന്നത്തേക്ക് നിറയെ പാല് വന്നുകൊണ്ടേയിരിക്കും. മിക്കവാറും ആദ്യത്തെ ദിവസം പാലില്ല എന്ന് പറയുന്ന ആൾക്കാർ 3-ാമത്തെ 4-ാമത്തെ ദിവസം നമുക്ക് അവരെ കാണേണ്ടി വന്നാൽ ബ്രസ്റ്റ് മുഴുവൻ നനഞ്ഞ്, ഡ്രസ്സ് മുഴുവൻ നനഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഈ നല്ലോണം വലിച്ചു കഴിഞ്ഞാൽ നിറയെ പാല് വരിക ചെയ്യുക. ആദ്യത്തെ ദിവസത്തെ ആ ഒരു ബുദ്ധിമുട്ട് നമ്മൾ വകവയ്ക്കാതെയും അതിനെ സിമ്പിളായിട്ട് തരണം ചെയ്ത് കഴിഞ്ഞാൽ പിന്നത്തേക്ക് വളരെയധികം ഗുണം ചെയ്യും. എന്ത് കാര്യമായാലും നമ്മൾ കുറച്ച് ആദ്യം കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കൂടുതൽ ഗുണം കിട്ടും. അപ്പോൾ പാലില്ല എന്നുള്ള ഈ ചിന്താഗതിക്ക് ഒരു മാറ്റം വരാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഉപയോഗപ്രദമായി എന്ന് ഞാൻ കരുതട്ടെ. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.